നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യ പ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യ പ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യ പ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത്? എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം? പലപ്പോഴും എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുമ്പോൾ, വിഷമങ്ങളെല്ലാം വരുമ്പോൾ, നമുക്ക് താങ്ങാൻ പറ്റാത്ത, നമ്മുടെ ശരീരം കൊണ്ടും നമ്മുടെ കഴിവുകൾ കൊണ്ടും ഒന്നും ട്രാൻസെൻഡ് ചെയ്യാൻ പറ്റാത്ത വിഷമങ്ങൾ വരുമ്പോൾ നമ്മൾ നിസ്സഹായാവസ്ഥയിലെത്തും. അപ്പോൾ ഈ ലക്ഷ്യങ്ങളൊന്നും എന്നെ സഹായിക്കുന്നില്ല, ഈ ഭൗതികമായിട്ടുള്ള ഒരു കാര്യവും എന്നെ സഹായിക്കുന്നില്ല എന്നൊരു തിരിച്ചറിവ് അവിടെ ഉണ്ടാവും. കുറച്ച് നിമിഷേ അതുണ്ടാവുള്ളൂ. പെട്ടെന്ന് അതിനുള്ള ഒരു സൊല്യൂഷൻ കടന്നു വരുമ്പോൾ ആ സൊല്യൂഷനിലേക്ക് തിരിഞ്ഞു പോകുന്നു. പിന്നെയും നമ്മൾ പഴയ കഴിവുകൾക്ക് പ്രാധാന്യം നൽകും. പാട്ട് പാടാൻ പറ്റാതെ വിഷമിച്ചിരുന്ന കലാകാരൻ തൊണ്ടയ്ക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാവും. അപ്പോൾ ഹെൽപ്ലെസ് ആവുന്നു. എന്തൊക്കെ ചെയ്തിട്ടും മാറുന്നില്ല. അപ്പൊ അറിയാതെ ഒരു സ്പിരിച്വൽ മൂഡിലേക്ക് പോകുന്നു, പ്രാർത്ഥനാഭാവത്തിലേക്ക് പോകുന്നു. സൗണ്ട് ശരിയാവുന്നതോടുകൂടി പാട്ട് പാടാൻ തുടങ്ങുന്നു. പിന്നെ ഈ സ്റ്റേറ്റ് മറന്നു പോകും. പിന്നെയും പൈസയുടെ പുറകെ, പേരിന്റെ പുറകെ പോകും. ഒരു ഡോക്ടർ ആയാലും, ഒരു ടീച്ചർ ആയാലും, ഒരു കൃഷിക്കാരനായാലും, ആരായാലും ഈ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പൊ നമ്മളെ യഥാർത്ഥത്തിൽ ആ നിമിഷങ്ങളിൽ സഹായിച്ചത് എന്തായിരുന്നു? നമ്മുടെ ഉള്ളിൽ ഒരു ജീവശക്തി ഉണ്ട്, ലൈഫ് ഫോഴ്സ് ഉണ്ട്. അത് ആവശ്യം വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ കാണിക്കും, അതിൻ്റെതായ ബുദ്ധി കാണിക്കും. ബാക്കി എല്ലാം മാറി നിന്നാലും ഞാൻ ഇവിടെയുണ്ട് എന്നത് കാണിക്കുന്നു. അതാണ് ആത്മാവ്, ജീവശക്തി എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത്രയും നമ്മളെ സഹായിക്കുന്ന, ഏറ്റവും ബുദ്ധിമുട്ടുള്ള സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ നമ്മളെ സഹായിക്കുന്ന ആ ജീവശക്തിയെ അത് നമ്മൾ മറന്നുപോവാണ്, വിസ്മരിക്കുകയാണ്. ഒരു രോഗി അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ രോഗിയെ സഹായിക്കാനായിട്ട്, ശുശ്രൂഷിക്കാനായിട്ട് ഒരുപാട് ഫണ്ട് സ്വരൂപിക്കും,
അയാളെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ. അതായത് ശരീരത്തിലെ രോഗം മാറ്റാനായിട്ട് ഒരുപാട് ആൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പക്ഷെ തിരിച്ചു വന്നതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത്, ഈ രോഗിക്ക് പിന്നെ എന്താണ് ആവശ്യം, അവിടെ സഹായിക്കാൻ ആരുമില്ല. ഈ തരത്തിലുള്ള സിറ്റുവേഷൻസിൽ ഒരു തിരിച്ചറിവുണ്ടാവേണ്ടതാണ്. അതായത് എന്നെ യഥാർത്ഥത്തിൽ സഹായിക്കുന്ന ഒരേ ഒരു സുഹൃത്ത് മാത്രമേ ഉള്ളൂ എന്നത്. യഥാർത്ഥ സുഹൃത്ത് എൻ്റെ ഉള്ളിൽ തന്നെയാണ്. ബാക്കി എല്ലാവരും മാറി നിൽക്കുമ്പോഴും എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിച്ചത് ആ ജീവനാണ്. കാരണം ഇത്രയും പൈസ മുടക്കിയാലും ഇത്രയും ട്രീറ്റ്മെന്റ് ചെയ്താലും വിജയിക്കണമെന്നുണ്ടെങ്കിൽ ആ ജീവശക്തി തീരുമാനിക്കണം. അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പറയും ഞങ്ങളെ ആവുന്നത് ചെയ്തു, ഞങ്ങൾക്ക് പറ്റിയില്ല എന്ന് പറയും. അത് പോകാനുള്ള സമയം അത് പോയി. അത് ശരീരത്തിന്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ അത് ശരീരം വിട്ടുപോയി. ശരീരത്തിലേക്ക് കടന്നു വരുമ്പോഴോ ശരീരം വളർത്താനും വികസിപ്പിക്കാനും എല്ലാം ഈ ജീവശക്തിയാണ് ശരിക്കും അതിന്റെ പ്രധാന ഘടകം. അത് നമ്മൾ മറക്കുകയാണ്. നമ്മൾ ഭക്ഷണമാണ്, വിദ്യാഭ്യാസമാണ്, പലതും നമ്മൾ കരുതുന്നു. പക്ഷെ ആ ലൈഫ് അത് എന്താണ് ചെയ്യുന്നത്, എന്താണ് അതിന്റെ ഉദ്ദേശം, അത് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പൊ എഡ്യൂക്കേഷന്റെ പർപ്പസ് അങ്ങോട്ട് തിരിയേണ്ട ആവശ്യമുണ്ട്. ജീവിതത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് നമ്മൾ തിരിയണം, ഫൗണ്ടേഷനിലേക്ക് തിരിയണം. അതൊരിക്കലും മാറ്റമില്ല, അതെപ്പോഴും അവിടെ ഉണ്ട്. ബാക്കിയെല്ലാം സംഭവിക്കുന്നത് ആ ജീവൻ ഉള്ളതുകൊണ്ടാണ്. ആ ഒരു തത്വത്തിലേക്ക് ഉണരാനാണ് യഥാർത്ഥത്തിൽ ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ സിസ്റ്റം സഹായിക്കുന്നത്. ആ ജീവൻ ജാഗ്രത അവസ്ഥയിൽ ഉണരുമ്പോൾ പെട്ടെന്ന് തന്റെ പുറമേയുള്ള കഴിവുകൾക്ക് ഡിപ്പെൻഡ് ചെയ്യും. ആന്തരികമായിട്ട് തനിക്ക് ലഭിക്കുന്ന ആഹാരത്തെക്കുറിച്ച് വിസ്മരിച്ചു പോകും. അവിടേക്ക് കണക്ട് ചെയ്യാൻ ഗുരുനാഥൻ പ്രാണാഹുതി നൽകുന്നു. പ്രാണസ്യ പ്രാണൻ, ഈ ജീവന്റെയും ജീവൻ. അപ്പോഴാണ് ശരിക്കും ഉണരുന്നത്. അതുകൊണ്ടാണ് ഉത്തിഷ്ഠത ജാഗ്രത എന്ന് ഉപനിഷത്ത് ശ്ലോകം വരുന്നത്. ജാഗ്രത, അപ്പോഴാണ് ഉണരുന്നത്. അതുവരെ നമ്മൾ ഉറങ്ങുകയാണ്, നമ്മൾ ദിവസം മുഴുവൻ ഉറങ്ങുകയാണ്. പലതും ചെയ്യുന്നുണ്ട്, പക്ഷെ ശരിക്കും റോബോട്ട്സിന് പോലെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ റോബോട്ടിക് സർജറിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം ഓൾറെഡി നമ്മൾ റോബോട്ട്സ് ആണ്. യന്ത്രാരൂഢാനി മായ എന്ന് ഭഗവാൻ പറയും. നമ്മൾ യന്ത്രങ്ങളെ പോലെ ഇവിടെ പ്രവർത്തിക്കുന്നു. അപ്പൊ അതുകൊണ്ട് പുറമേ ഉള്ളതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കും. നമ്മൾ ഓൾറെഡി അങ്ങനെയാണ്. നമ്മള് സീനിയേഴ്സ് അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത്, പുസ്തകങ്ങൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ശരിക്കുള്ള തത്വത്തിലേക്ക്, എൻ്റെ യഥാർത്ഥത്തിലുള്ള സ്ട്രെങ്ത്തിലേക്ക് തിരിയാൻ സഹായിക്കുന്നവർ വളരെ 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 കുറവ് തന്നെയാണെന്ന് പറയും. അങ്ങനെ ആൾക്കാർ പറയുമ്പോൾ അതിലേക്ക് തിരിയാൻ വരാൻ തന്നെ ആൾക്കാർക്ക് താല്പര്യമില്ല. അതിനൊന്നും ഒരു അർത്ഥമില്ല എന്ന് പറയും. അതുകൊണ്ടാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് ആൾക്കൊന്നും വരാത്തത്. വന്നാലും നേരത്തെ പറഞ്ഞ മാതിരി ഒരു പ്രശ്നം വരുമ്പോൾ അത് പരിഹരിക്കാൻ വരും. പ്രശ്നം മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പുറകെ പോകുന്നു, പിന്നെ ഇത് മറന്നുപോകും. പരിഹരിക്കാൻ സഹായിച്ച യഥാർത്ഥ സുഹൃത്തിനെ വിസ്മരിക്കുന്നു. അപ്പൊ എഡ്യൂക്കേഷനിൽ ഇങ്ങനെ ഒരു ഡയമെൻഷനിലേക്ക് തിരിയേണ്ട ആവശ്യമുണ്ട്. ജീവിതത്തിൽ വിജയം പ്രാപിച്ച ആൾക്കാർ, ആ വിജയത്തിന്റെ പ്രധാന ഘടകം എൻ്റെ ഉള്ളിലുള്ള, എൻ്റെ ഹൃദയത്തിലൂടെ സഞ്ചരിക്കുന്ന ആ യഥാർത്ഥ ജ്ഞാനമാണ് എന്ന് മനസ്സിലാക്കാനും അത് ലോകത്തിൽ പറയാനും മടിക്കരുത്. ക്രെഡിറ്റ് അവിടെ കൊടുക്കണം. ക്രെഡിറ്റ് പലതിനും കൊടുക്കുന്നു. എൻ്റെ സുഹൃത്തുക്കൾ എന്നെ സഹായിച്ചു, എൻ്റെ രാജ്യം എന്നെ സഹായിച്ചു. പക്ഷെ യഥാർത്ഥത്തിൽ സഹായിച്ചത് ആരായിരുന്നു? യഥാർത്ഥ സുഹൃത്തായിട്ടുള്ള ആ ഉള്ളിലുള്ള ലോഡ് ഓഫ് ദ ഹാർട്ട്, നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ആ സത്യം, ആ തത്വം, അവിടേക്കാണ് നമ്മൾ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുന്നത്. അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുന്ന വ്യക്തികൾ ഉയർന്ന തലങ്ങളിൽ നിൽക്കുകയാണ്, ഉയർന്ന പൊസിഷൻസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ രാജ്യങ്ങളുടെ പുരോഗതി യഥാർത്ഥ ദിശയിലേക്കാവും. അതെവിടെയായാലും, ഏത് പ്രൊഫഷനിലായാലും ആ ഹ്യൂമിലിറ്റി വേണം, ആ വിനയം വേണം, എന്നാലും ആ കറേജും വേണം. കാരണം അത് വേണ്ടത് ചെയ്തുകൊള്ളൂ. ഭരണകർത്താക്കളായാലും മെഡിക്കൽ പ്രൊഫഷനായാലും എഞ്ചിനീയേഴ്സ് ആയാലും ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ആരായാലും ബിസിനസ്സുകാരായാലും ഈ ഒരു സത്യം ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന, അതുപോലെ പറയാൻ മടിക്കാത്ത വ്യക്തികൾ ഈ ലോകത്തിൽ നിറയണം. എങ്കിൽ ഇവിടെ സ്വഭാവ രൂപീകരണത്തെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യം വരില്ല. മെഡിക്കൽ പ്രൊഫഷനെ പറ്റിയിട്ട് എനിക്കറിയാം, എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു, പക്ഷെ ജീവനെ പറ്റിയിട്ടുള്ള ചർച്ച ഇല്ല. കോൺഫറൻസസിൽ ലൈഫിനെ പറ്റിയില്ല, മനസ്സിനെ പറ്റിയില്ല. കോൺഫറൻസസ് ഏതെങ്കിലും ക്ഷേത്രത്തിന്റെയോ പള്ളിയുടെയോ അടുത്താണെങ്കിൽ
ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ പള്ളിയിൽ ദർശനം കഴിഞ്ഞിട്ട് കോൺഫറൻസ് വരുന്ന ഡോക്ടേഴ്സ് അറിയാം, മിക്കവരും അങ്ങനെ ചെയ്യും. പക്ഷെ ഗ്രാറ്റിറ്റ്യൂഡ് അവിടെയല്ല കൊടുക്കുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്നത് ഈ അറിവിലാണ്. ഈ അറിവ് എവിടെ നിന്ന് വന്നു? പുറമേയുള്ള പദവിയിലും സുഹൃത്ത് ബന്ധത്തിലുമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അത് മാറിയിട്ട് ക്രെഡിറ്റ് വേണ്ട സ്ഥലത്തേക്ക് കൊടുക്കുന്ന ആ രീതിയിലേക്ക് വിദ്യാഭ്യാസം മാറണം. അത് വിളിച്ചു പറയാൻ, ജീവിതത്തിലും വാക്കുകളിലും പറയാൻ മടിക്കാത്ത വ്യക്തിത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണം. ഞാൻ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.